എങ്ങനെ കിട്ടുക, വിസ കിട്ടുമെന്ന് വരാൻ പറ്റുക? ഞാനും എൻ്റെ മോളും നാട്ടിലാണ്, ഞങ്ങൾക്ക് വരണം, ഹസ്ബൻഡ് അവിടെ നിൽക്കണം എന്നാണ് ആഗ്രഹം. ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ നാളായിട്ടോ ഞാനൊരു ലോങ് വീഡിയോ ഇതുപോലെ ചിറ്റാറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഭയങ്കര മടി ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ. ഞാൻ നോക്കുന്നത് ശരിയാണോ ക്യാമറയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ തന്നെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ തനിച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, പിന്നെ ഞാൻ ക്യാമറയിൽ നോക്കുന്നത് ശരിയാണോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ മൈക്കൊന്നുമില്ല, ഡയറക്റ്റാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എനിവേയ്സ്, ഞാൻ വേറെ ഒന്നുമല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ, കുറേ ക്വസ്റ്റ്യൻസ് എനിക്കിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടുമ്പോൾ വരാറുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പറയാൻ വന്നതെന്ന് വെച്ചാൽ കുവൈത്തിലെ വിസകളെ കുറിച്ചിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് കുവൈത്തിൽ എങ്ങനെയാണ് ഞാൻ വന്നത്, ഏത് വിസയാണ് ഞാൻ വന്നിട്ടുണ്ടായത്, ഞാൻ ഡയറക്റ്റ് നാട്ടിൽ നിന്ന് ജോബ് കിട്ടിയിട്ടാണോ വന്നത്, അതോ ഇവിടെ വന്നിട്ട് ഫാമിലി വിസയിൽ നിന്ന് കൺവേർട്ട് ആയതാണോ ജോബ് വിസയിലോട്ട്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. എന്നാൽ ഞാൻ വന്നിട്ടുള്ളത് നമ്പർ 18 ഷൂൺ വിസയിലാണ് കേട്ടോ. 2022 ജാനുവരിയിലാണ് ഞാൻ കുവൈത്തിലെത്തുന്നത്. എനിക്ക് ഡയറക്റ്റ് ഷൂൺ വിസ എടുത്തിട്ടാണ് ഞാനിവിടെ വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ജോബ് കിട്ടാനും ജോബിലോട്ട് കൺവേർട്ട് ചെയ്യാനും വിസ കൺവേർട്ട് ചെയ്യാനും ഒന്നും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് കമ്പനി മാറുമ്പോൾ ഒക്കെ വിസ മാറാനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. എൻ്റെ ഒരു അറിവിൽ നമ്മൾ ഫാമിലി വിസ, അതായത് നമ്പർ 22 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബിലോട്ട് കൺവേർട്ട് ഡയറക്റ്റ് കുവൈത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പം കമ്പനിക്ക് നമ്മുടെ അത്രയും ഇഷ്ടപ്പെട്ട് പ്രൊഫൈലൊക്കെ ഇഷ്ടപ്പെട്ട് അവർ ജോബ് നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നാട്ടിൽ പോയിട്ട് ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് പിന്നെ നമുക്ക് വിസ ഷൂൺ അയച്ചു തന്നാൽ നമുക്ക് ഡയറക്റ്റ് കമ്പനി വിസ അയച്ചു തന്നാൽ നമുക്ക് ഡയറക്റ്റ് വരാൻ പറ്റും. അങ്ങനെ പറ്റുന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്. അല്ലാതെ നമുക്ക് ഇവിടെ നിന്നിട്ട് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ നിന്ന് നേരെ ജോബ് വിസയിലോട്ട് മാറാൻ പറ്റത്തില്ല കേട്ടോ. ഇതെല്ലാം എൻ്റെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2022 ജാനുവരിയിൽ ഞാനിതുപോലെ ഷൂൺ വിസയിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ജോബ് വിസയിലാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെയാണ് എൻ്റെ വിസ ഉള്ളത്. അപ്പം വിസനെക്കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ടൈപ്പ് വിസകളുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ഇവിടെ വിസ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്പർ 18 ഷൂൺ വിസ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതാണ് ഇവിടെ കംഫർട്ടബിൾ ആയിട്ടുള്ള വിസ. അതായത് നമ്പർ 18 വിസ നമുക്ക് എല്ലാ ഇതിലേക്കും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ഫാമിലിയിലോട്ട് മാറ്റണമെങ്കിൽ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ജോബ് കിട്ടി അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലും എല്ലാത്തിനും ഇറ്റ് ഈസ് വെരി ഈസി. അപ്പം എപ്പോഴും നമ്പർ 18 ആണ് കുറച്ച് ജോബിന് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇവിടെ എല്ലാവരും ജോബ് അല്ലാതെ ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടും നമ്മൾ നോർമലി ഇപ്പോൾ ദുബായ്, അബുദാബി അല്ലെങ്കിൽ മറ്റുള്ള ഗൾഫ് കൺട്രീസിലൊക്കെ നമ്മൾ വിസിറ്റിങ്ങിന് പോയിട്ട് ജോബ് കിട്ടിയാൽ ചേഞ്ച് ആവുമല്ലോ. ഇവിടെ അതും പറ്റത്തില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പറ്റത്തില്ല ഇവിടുത്തെ റൂൾ അനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജോബിന് വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കുവൈറ്റിലോട്ട് വിസകൾക്കും വിസ കിട്ടാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ ആകെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 18 വിസ എടുത്ത് വന്നിട്ട് നമ്മൾ എന്താ പറയുക ട്രാൻസ്ഫർ ചെയ്യാനാണ്. അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് തന്നെ നമുക്ക് ജോബ് കിട്ടിയിട്ട് നമ്മൾ വരണം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിസനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ നമുക്ക് ഹസ്ബൻഡ്സിന് ഇത്രയും സാലറി ഒക്കെ വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ സ്ഥിരം നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സാലറി ഒക്കെ വേണം. ഇവിടെ റൂൾസ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളതും. കുറേ ഫാമിലീസൊക്കെ എനിക്ക് കുറേ ആൾക്കാർ നാട്ടിലുള്ളവരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, ഹസ്ബൻഡ് അവിടെയാണ്, ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്നിട്ട് സെറ്റിൽ ആവണം എന്നാണ് ആഗ്രഹം, അപ്പോൾ ഏതാണ് വിസ, നിങ്ങളെങ്ങനെയാണ് പോയത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്. അപ്പം എനിക്ക് ഒരുപാട് വിഷമം തോന്നും കേട്ടോ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാനാലേ, ഇവിടുത്തെ റൂൾ സ്ട്രിക്റ്റ് ആയി, അത് കാരണമാണ് കുറേ പേർക്കും വരാൻ പറ്റും. ജോബ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം, ചിറ്റാറ്റ് വീഡിയോ തന്നെ ചെയ്യാം. എങ്ങനെ ജോബ് കിട്ടി, എങ്ങനെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, എങ്ങനെ ഏതൊക്കെ സൈറ്റ്സാണ് യൂസ് ചെയ്തതെന്ന് വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പം കുവൈറ്റിൽ ഫാമിലി വിസക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ്സിന് 800 KD സാലറി ഉണ്ടെങ്കിൽ വൈഫ്സിന് അതായത് പെർമനൻറ്റ് വിസ കിട്ടുമെന്ന്, ഇവിടെ നിൽക്കാൻ സ്ഥിരം വിസ കിട്ടുമെന്ന്. വിസിറ്റിംഗ് ഇപ്പോൾ സാലറി കാറ്റഗറി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഏതൊരാൾക്ക് വേണമെങ്കിലും വിസിറ്റിങ്ങിന് നമ്മുടെ പാരൻസിനെയോ ആരെ വേണമെങ്കിലും വൈഫ്സിനെ കുട്ടികളെയൊക്കെ കൊണ്ടുവരാം കേട്ടോ. അത് ഇപ്പം അടുത്താണ് ഇപ്പോൾ ഓരോന്ന് ചേഞ്ച് ആക്കിയത്. അതിൽ കുറേ പേരോട് വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ വിസിറ്റിങ്ങിന് ഇപ്പോൾ അങ്ങനെ
എന്താ പറയുക സ്ട്രിക്റ്റ് റൂൾസ് ഒന്നുമില്ല കേട്ടോ, സാലറി കാറ്റഗറി ഒന്നുമില്ല. പക്ഷേ സ്ഥിരം പെർമനൻ്റ് ആയിട്ട് ഇവിടെ ഫാമിലിയിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് 800 AD സാലറി മസ്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഫാമിലി വിസ കുറച്ച് സ്ട്രിക്റ്റ് ആണ് ഇവിടുത്തെ റൂൾസ്. പിന്നെ നമുക്ക് ജോബിന് വരുന്നുണ്ടെങ്കിൽ നമ്പർ 18 ഷൂൺ വിസ ആണ് കേട്ടോ. എങ്ങനെ കിട്ടുക, വിസ കിട്ടുക, എങ്ങനെ കുവൈത്തിലോട്ടൊന്ന് വരാൻ പറ്റുക? ഞാനും എൻ്റെ മോളും നാട്ടിലാണ്, ഞങ്ങൾക്ക് വരണം, ഹസ്ബൻഡിൻ്റെ അവിടെ നിൽക്കണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കലുണ്ട് കേട്ടോ. നാണയല്ല കേട്ടോ, ഞാനെങ്കിൽ സ്ക്രീൻഷോട്ട് കൊടുക്കാം. എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ റൂൾസ് അത്രയും സ്ട്രിക്റ്റ് ആണ്. ഓരോരുത്തരും കുവൈത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ GCC കൺട്രീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ദിനാറിന് ഭയങ്കര മൂല്യമാണ്. പക്ഷേ ഈ ഒരു ഇവിടുത്തെ ഭയങ്കര സ്ട്രിക്റ്റ് റൂൾസ് കാരണം എല്ലാവരും പറയുന്നത് കേൾക്കാറുണ്ടോ ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന്. പക്ഷേ നമുക്ക് ജീവിക്കാനാണെങ്കിൽ നല്ലൊരു കൺട്രിയാണ് കേട്ടോ. ഞാനിപ്പോൾ 4 വർഷമായി കുവൈത്തിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ എല്ലാം, ലൈഫ് സ്റ്റൈലും കൾച്ചറൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇവിടുത്തെ റൂൾസ് കുറച്ച് സ്ട്രിക്റ്റാണ്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് കാര്യം. കുവൈത്തിൽ കുറേ കോണ്ടൻറ്റ്സ് ഇതുപോലെ ഞാൻ ചെയ്യാം കേട്ടോ. കാരണം ഇവിടുത്തെ ജോബ് എക്സ്പീരിയൻസ്, ഇവിടെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ്, ജോബ് കിട്ടില്ല ഈസി ആണോ ടഫാണോ, എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും, പ്രൊസീജിയേഴ്സ്, അതൊക്കെ ഞാൻ ഈ വീഡിയോസായിട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു വീഡിയോ കുറച്ച് ആൾക്കാർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ വീഡിയോസ്, ഇവിടുത്തെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇൻഷാല്ലാ വരും വീഡിയോസിൽ ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസായിട്ട് ഞാൻ വരാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കുവൈത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.